ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തമിഴിൽ കണ്ട പോലെ നമ്മുടെ ഒരു ഗോവൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. നമ്മൾ രാവിലെ തന്നെ ചപ്പാത്തിയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ട്രെയിനിലിരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു നമ്മൾ ഡിന്നറിൽ സെറ്റാക്കിയത്. ട്രെയിനിലെ ഫുഡൊക്കെ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ കയറി. ഞങ്ങൾ വരുന്നത് കോമഡി ആയിരുന്നു. നമ്മൾ കറക്റ്റ് ടൈമിലാണ് ട്രെയിനിൽ വന്ന് കയറിയത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ മിസ്സായേനെ. അപ്പോൾ ഒരു നീണ്ട ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്, പാം റിസോർട്ട്. ആക്ച്വലി ഇവിടെ അല്ലായിരുന്നു നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തത്. നിങ്ങളൊക്കെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും ഒരു തീപിടുത്തം ഉണ്ടായതൊക്കെ ഗോവയിൽ. അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ റിസോർട്ട്. ഇത് പെട്ടെന്ന് പിന്നീട് സെറ്റാക്കിയതാണ്. അടുത്തൊരു പള്ളിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ റിസോർട്ടും നല്ലതായിരുന്നു. നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളുപ്പിന് ഒരു 4 മണി 4:30 ആ ടൈമിലൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഇതേ കുറേ സ്റ്റാർസും അങ്ങനെ ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രഷായി ഇന്നത്തെ ഒരു കറക്കത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ശരിക്കും നമുക്ക് റൂമൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾക്ക് കിട്ടിയ ഒരു റൂമിൽ ജസ്റ്റ് ഫ്രഷായി ബാഗൊക്കെ വെച്ച് നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ ഈ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും ഓരോരുത്തർക്കായിട്ടുള്ള റൂമൊക്കെ സെറ്റായി കിട്ടിയത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ഥലത്ത് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുമ്പോഴാണ് നമ്മൾ ഈ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാക്കേജ് വഴിയായിട്ടാണ്. നമ്മുടെ പള്ളി വഴി ഒരു സംഘടനയുണ്ട് KLM എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള നമ്മുടെ ആൽബിച്ചേനാണ് നമ്മുടെ ഈ ഗോവൻ ട്രിപ്പൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. ഒരാൾക്ക് വരുന്നത് 6,800 രൂപയാണ്. നമുക്കിത് അഫോർഡബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഗോവയിൽ വന്നിട്ടുള്ള യാത്രകൾ, നമുക്ക് സ്റ്റേ, ഫുഡ് എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പെൻസ് അല്ലാതെ മറ്റു ചിലവുകളൊന്നും നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുവാണ്. ഒരു ബൊഫേ സെറ്റപ്പ് ആയിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ആദ്യമായിട്ട് നമ്മൾ പോയത് ഫോർട്ട് അഗോഡയിലാണ്. ഫോർട്ട് അഗോഡ നമ്മൾ ഗോവൻ ട്രിപ്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ കാണാറുള്ളൊരു സംഭവമാണ്. ഞാൻ വരുന്നതിന് മുന്നേ കുറേ ആൾക്കാരുടെ വീഡിയോസ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരിട്ട് നമ്മൾ കാണാൻ വന്നിരിക്കുവാണ്. ഇത് നമ്മുടെ നോർത്ത് ഗോവയിലാണ്. സിംഗേരിയം ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഫോർട്ട് അഗോഡ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പോർച്ചുഗീസുകാരാണ് പണ്ടൊരു 1612 ആ കാലഘട്ടത്തിലൊക്കെ ഇത് നിർമ്മിച്ചത്. അഗോഡ എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് വേർഡാണ്. അതിന് വെള്ളം എന്നാണ് അർത്ഥം വരുന്നത്. പണ്ട് ഈ കപ്പലുകൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ വെള്ളത്തിൻ്റെ സംഭരണികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ പേര് വരാനുള്ള കാരണം. പിന്നെ ഏഷ്യയിലെ തന്നെ പഴയ ലൈറ്റ് ഹൗസുകളിലൊന്നാണ് ഇവിടെ ഉള്ളത്. ഇതപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഫോട്ടോ സ്പോട്ടാണിത്. മാത്രമല്ല നമ്മുടെ കടലിൻ്റെയും നമ്മുടെ സൺസെറ്റിൻ്റെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനാണ് ഈ സ്ഥലം വളരെ പ്രശസ്തമായിട്ടുള്ളത്. എല്ലാവരും വരുന്നത് തന്നെ ഇത് കാണാനും ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ടാണ്. നമുക്കും കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു. ഈ കോട്ടയുടെ ഒരു ഭാഗം പിന്നീട് അഗോഡ ജയിലായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ അവിടെ മ്യൂസിയം ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു 9:30 മുതൽ 6 വരെയൊക്കെയാണ് ഇവിടുത്തെ എൻട്രി വരുന്നത്. ശരിക്കും അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വരുന്നതാണ് ആപ്റ്റായിട്ടുള്ള ടൈം. അല്ലെങ്കിൽ നമുക്ക് നല്ല വെയിലടിക്കും. നമ്മൾ വരുന്നപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ബീച്ച് സൈഡിലോട്ട് പോവുകയാണ്. അവിടെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഈ ഗോവയുടെ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഉള്ള പോലെ നമ്മുടെ ഈ വെള്ളത്തിനോട് ചേർന്ന ഒരു സർക്കിൾ ഷേപ്പിൽ വരുന്നിട്ടുള്ള നമ്മുടെ ഫോർട്ട് അഗോഡയുടെ മെയിൻ പാർട്ടൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതാണ് അവിടുത്തെ ബീച്ച്. വലിഞ്ഞേറി വന്നൊരു സാധനമാണ് ഞാൻ മാറ്റി അതിന് ഈ സിസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ കൂടെ ഉള്ളവരാണ്.
അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും ഒരു ഹായ് പറയാൻ വന്നതാണ്. അതെല്ലാം നമ്മുടെ ഗ്യാങ്ങിൽ പെട്ടവരാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കടലിൻ്റെ ഉള്ളിലോട്ട് ചേർന്ന സർക്കിൾ ഷേപ്പിലുള്ള ആ സ്ഥലം. ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതും നമ്മുടെ സ്വന്തം ആളാണ്, ബ്രൈറ്റ് സേട്ടൻ. ഗോവയെ പറ്റി ആധികാരികമായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാം. ഇവിടെയും ആൾക്കാരെല്ലാം ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. ഈ മുകളിൽ നിന്നിട്ട് ഈ കടൽ കാണാനും കടലിനോട് ചേർന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്നും കിട്ടിയായിരുന്നു കുറച്ച് നല്ല ഫോട്ടോസൊക്കെ. ഇതെല്ലാം കോട്ടക്കോട തന്നെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ഇത് നോക്കി ഈ കോട്ടയം ഇതെല്ലാം എന്ത് രസമാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അടുത്തതായിട്ട് ആ ബൈക്കിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇതാ എന്തോരം ആൾക്കാരൊക്കെ നമ്മൾ സിസ്റ്റർമാരുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരില്ല, എല്ലാവരും വിശ്രമിക്കണം. ഞങ്ങളിപ്പോൾ തന്നെ ബീച്ചിലേക്ക് വെള്ളത്തിലേക്ക് പോവുകയാണ്. അതാ ഒരു ഫുട്ബോളിന്റെ വയറ് പോലെ ഇരിക്കുന്ന അതാണ് നമ്മുടെ അനിക്കൂട്ടൻ്റെ ഇവിടെ ഓടിക്കുന്ന കണ്ടോ. അതെ, വെള്ളം കണ്ടതിന്റെ സന്തോഷത്തിലാണല്ലോ നമ്മുടെ ഏതൻകുട്ടൻ. അവനൊന്ന് ചാടി ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഞാനൊരു കണക്കിന് അവിടെ പിടിച്ച് നിർത്തിയേക്കുവാണ്. നമുക്കിവിടെ ഇറങ്ങാൻ വേണ്ടി നമുക്ക് പ്ലാൻ ഇല്ല. നമ്മളങ്ങനെ കറക്കവും ലഞ്ചും ഒക്കെ കഴിഞ്ഞ് റിസോർട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ റൂമെല്ലാം ഇവിടെ സെറ്റായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്വന്തം റൂം, അതെ 2 ദിവസത്തേക്കായിട്ടുള്ള നമ്മുടെ സ്വന്തം റൂമിൽ നമ്മൾ എത്തി. അപ്പോൾ ഇതേ ബാഗെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പ്ലാൻ സ്വിമ്മിംഗ് പൂളായിരുന്നു. നമ്മുടെ റിസോർട്ടിൽ തന്നെയുള്ള പൂളാണിത്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്വിമ്മിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എല്ലാത്തിനും ഒരു കണക്കിന് ആൽബിച്ചേട്ടൻ പുറത്തെടുത്തു. ആർക്കും വരാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വിമ്മിംഗ് പൂൾ അത്ര അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മളതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വൈകിട്ടത്തേക്ക് നമ്മളതേ ബാഗ ബീച്ചിലോട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ബാഗ ബീച്ച് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ബീച്ചാണ്. നമ്മുടെ ഗോവയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. നമ്മളൊരു സന്ധ്യ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മളവിടെ എത്തിയത്. നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ വരാൻ ആപ്റ്റായിട്ടുള്ള ടൈം ഈ ഒരു സന്ധ്യ ടൈം തന്നെയാണ്. ആ സമയം ആകുമ്പോഴത്തേക്കാണ് ഇവിടെ ലൈറ്റ്സും DJs ഒക്കെ ഓൺ ആവുന്നത്. ബാഗ ബീച്ച് ഫുൾ ഓൺ ആവുന്ന ഒരു ടൈമാണ്. നമുക്കറിയാമല്ലോ, ഗോവയെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അടിപൊളി ഇവിടുത്തെ നൈറ്റ് ലൈഫാണ്. ഈ നൈറ്റ് ലൈഫിനെയൊക്കെ സൂപ്പർ ആക്കുന്നത് ഈ ബീച്ചസ് ആണ്. ഗോവയിൽ ഒരുപാട് ബീച്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ഫേമസ് ബീച്ചാണ് നമ്മുടെ ബാഗ ബീച്ച്. എല്ലാ റിസോർട്ടിൻ്റെയും ഫ്രണ്ടിൽ, റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ഇതുപോലെ ചെയേഴ്സ്, കർട്ടൻസ്, DJs ഒക്കെ ആയിട്ട് ഫുൾ ഓൺ വൈബ്. അതാണ് ഈ ടൈം. നമുക്ക് ഡ്രിങ്ക്സ്, ഫുഡ് എന്ത് വേണേലും ഉണ്ട്. നമുക്ക് ഡാൻസ് കളിക്കണമെങ്കിൽ DJsന് പോവാം. അതേപോലെ നമുക്കിവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്യുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ബാഗ ബീച്ച് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മളെ പുറത്തെ ഫുഡിൻ്റെ റേറ്റുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവർ ഈ പ്രൊവൈഡ് ചെയ്യുന്ന DJയുടെയും ആംബിയൻസിൻ്റെയൊക്കെ ആ ഒരു വ്യത്യാസം നമുക്ക് മെനു കാർഡ് കണ്ടാൽ അറിയാൻ പറ്റും. നമ്മളൊരു നോർമൽ പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ തന്നെ ഒരു 250+ ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ബാഗ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ബിയറും ഫുഡായിട്ട് നമ്മൾ ചിക്കൻ ലോലിപോപ്പും ഫ്രഞ്ച് ഫ്രൈസൊക്കെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരുന്നു. നമ്മൾ സാധാരണ ഒരു നോർമൽ ലൈഫിൽ നിന്ന്, ജോലി തിരക്കിൽ നിന്നും കുട്ടികളുടെ പഠനഭാരത്തിൽ നിന്നൊക്കെ എല്ലാം മാറി നമ്മൾ റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കുക, ചില്ല് ചെയ്യുക, ഡാൻസ് ചെയ്യുക, അതെല്ലാം ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇടയ്ക്കെങ്കിലും ഇതുപോലെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം.
നമ്മൾ ഇങ്ങോട്ട് വന്ന ഡേറ്റ്സിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ. നമ്മൾ 26-ാം തീയതി ആയിരുന്നു അവിടെ നിന്ന് പുറപ്പെട്ടത്. ഉച്ചയ്ക്ക് 1:25-നായിരുന്നു നമ്മുടെ ട്രെയിൻ. അപ്പോൾ 27-ാം തീയതി വെളുപ്പിന് ഒരു 4 മണി 4:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയത്. അപ്പോൾ 27-ാം തീയതിയാണ് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് സന്ധ്യക്ക്. അപ്പോൾ ബിയർ അടിച്ചതിൻ്റെ ഗുണം എല്ലാവർക്കും കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ആത്മാർത്ഥമായ ഡാൻസിങ് ഒക്കെയാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്ത നിമിഷങ്ങളാണ് കേട്ടോ ഇത്. നമുക്കൊരോ മെമ്മറീസാണ് ഇതെല്ലാം. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ റിസോർട്ടിലോട്ട് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ Day 1. Day 2 ഉടനെ നമ്മൾ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ഫോർ Day 2. ബൈ.